ഗൈസ്, ബാക്ക് ടു ഹസി വ്ലോഗ്. അങ്ങനെ ഞാനും എമ്മയും ഫാസിലും കൂടെ നമ്മൾ 3 പേരും അത്താൻ്റെ അടുത്തേക്ക് അബുദാബിക്ക് പോവാണ്. അവിടെ അഫ്സൽക്കും ഉണ്ടാവും. അവർ രണ്ടുപേരും നമ്മൾ അവിടെ കാത്തിക്കുണ്ട്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ടാണ് പോകുന്നത്. പിന്നെ നമ്മൾ വന്നത് യൂണിയനിന്ന് മെട്രോ കയറി ഇബ്നു ബത്തൂത്തയിൽ ഇറങ്ങിയിട്ട് ഇവിടെ അബുദാബിക്ക് വേണ്ടിയിട്ട് ബസ്സിന് കാത്തിക്കാണ്. ഇനിയും 40 മിനിറ്റ്സ് ഉണ്ട് ബസ് വരാൻ. 40 മിനിറ്റ്സ് കഴിഞ്ഞാൽ നമ്മൾ അബുദാബിയിൽ എത്തും. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് അടുത്ത വ്ളോഗ്, അടുത്തല്ല ഇതിന്റെ ഒപ്പം തന്നെ ആഡ് ചെയ്തിട്ടുള്ള വ്ളോഗ് തുടങ്ങുന്നതാണ്. താങ്ക് യു. നമ്മൾ ബസ് എടുത്ത് ബസ്സിൽ കൂടെ അബുദാബിക്ക് പോവാണ്. ഇനിയിപ്പോ എപ്പോഴാ അവിടെ എത്താന്നറിയില്ല. നല്ല ഉറക്കം വരുന്നുണ്ട്. കാരണം ഇന്നലെ വീക്കെൻഡ് ആയതുകൊണ്ട് പുറത്തന്നെ ഇരുന്നു. 3 മണിക്കെന്തോന്ന് ഉറങ്ങിയത്. 3 മണിയോ 4 മണി നമ്മള് വീട്ടിലെത്തും. ഉമ്മക്ക് എന്താ പറയാനുള്ളത്? കെട്ടിയോനെ കാണാൻ പോണതിന്റെ സന്തോഷമുണ്ട്. എവിടെ നോക്കട്ടെ. ഉമ്മക്ക് വയ്യ, പനിയാണ്, ചുമ ഉണ്ട്. എന്നിട്ടടക്കം കാണാൻ പോവാണ്. അത്താനെ കാണാനാണോ പള്ളി കാണാനാണോ എന്ന് എനിക്കറിയില്ല. അത്താനെ കാണണമെങ്കിൽ പള്ളി പോകണല്ലോ. ഷെയ്ഖ് സായിദ് മസ്ജിദ് പള്ളി നമ്മൾ കാണാൻ വേണ്ടിട്ട് പോകുന്നുണ്ട്. അവിടെയാണ് അത്തയും അഫ്സൽക്കും ഉള്ളത്. അപ്പൊ നമ്മൾക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ നമ്മള് അബുദാബി ബസ് സ്റ്റേഷനിലാണ് എത്തിക്കുന്നത്. പക്ഷെ ചെറുതായിട്ടൊന്ന് പണി പാളി. കാരണം എന്താ വെച്ചാൽ നമ്മളെ അടുത്ത് മുസഫയിലാണ് വരാൻ പറഞ്ഞത്. നമുക്ക് നമ്മളെ കൂടെ നല്ല ബുദ്ധിമാനായ ഫാസിലുള്ളത് കൊണ്ട് നമ്മൾ അബുദാബി ബസ്സിലാണ് കയറിയത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങിയത്. ഇനി അവിടുന്ന് മുസഫയിലാണ് ഇത്ര നേരം നമുക്ക് വേണ്ടി കാത്തുന്നത്, അത്തയും അഫ്സൽക്കും. അപ്പൊ ഇനി അവര് നമ്മൾ ഇവിടെ വന്നിട്ട് ഇനി പിക്ക് ചെയ്യാൻ വരണം. എനിക്കറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈം അല്ലേ. ഫാസിലാണ് അബുദാബിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വരുന്നത്. അവനക്കൊരു ബോധം ഉണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചു. അതും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോ ഓർക്ക് വേണ്ടി നമ്മള് വെയിറ്റ് ചെയ്യണം. അവിടെ ഒരു മരത്തിനെ പോലെ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇനി അവിടെ പോയിട്ട് എന്താ വേണ്ടത് നമുക്ക് നോക്കാം. നമ്മൾ അവിടെ നിന്നിട്ട് ഈ സംഭവം കണ്ടപ്പോ ഇങ്ങോട്ട് വന്നതാണ്. ഇത് ദൂരത്ത് നോക്കിയപ്പോ മരം ഉണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ മരത്തിന്റെ പലക വെച്ചിട്ട് സ്റ്റാപ്ലർ വെച്ച് അടിച്ച് സെറ്റാക്കി വെച്ച മാതിരിയാണ്. കണ്ടോ സ്റ്റാപ്ലർ? അങ്ങനെ പലക വെച്ചിട്ട് ഒരു മരം ഉണ്ടാക്കി വെച്ചിരിക്കാണ്. പക്ഷെ കാണാൻ നല്ല രസമുണ്ട് അല്ലേ? പക്ഷെ ഇതുമ്പോ തൊടാനൊന്നും പറ്റൂല പറയണത്. തൊടണ്ട, അതേമാതിരി നമ്മള് കേറി ചാടണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഓരറിയാണ്ട് ജസ്റ്റ് ഒന്ന് തൊട്ടോക്കാം. നോക്കോ, ശരിക്കും ഇത് സ്റ്റാപ്ലർ വെച്ചിട്ട് തന്നെ അടിച്ചിരിക്കണത്. കണ്ടാ? ഞാൻ വെറുതെ പറഞ്ഞതല്ല. മരത്തിന്റെ ചീളുകള്. മരത്തിന്റെ ഈ മില്ലിൽ പോയിക്കുന്ന കൊറേ മരക്കഷ്ണങ്ങൾ ബാക്കി കിട്ടില്ലേ, അത് വെച്ചുണ്ടാക്കിയ മാതിരി ഉണ്ട് ഇല്ലമ്മ? തോലാണ്. മരത്തിന്റെ തോലാണ്. സംഭവം ഇതൊരു വലിയൊരു സംഭവമാണ്. ഇവിടുന്ന് നോക്കുമ്പോ സമയത്ത് ഇവിടുന്ന് തൊട്ടിട്ട് അറ്റം വരെ ഉണ്ട്. പക്ഷെ ഒറിജിനൽ മരമാണെങ്കിൽ നമുക്ക് ഇരിക്കാൻ പറ്റായിരുന്നു. പക്ഷെ ഇരിക്കാനൊന്നും പറ്റാത്തോണ്ട് രസമല്ല അല്ലേ? ഗൈസ്, അങ്ങനെ നമ്മളിപ്പോ ഷെയ്ഖ് സായിദ് പള്ളിയിലാണ് വന്നിരിക്കുന്നത്. അഫ്സൽക്ക് നമ്മൾ പിക്കപ്പ് ചെയ്യാൻ വന്നു. വാപ്പ ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മള് വാപ്പാനെ കാണാൻ വേണ്ടിട്ട് പോവാണ്. ഇവിടെ ഷെയ്ഖ് സായിദ് പള്ളി കയറണമെങ്കിൽ അബ്ബായ ഇട്ടിട്ട് തന്നെ കയറണം. അതുകൊണ്ടാണ് അബ്ബായ കിട്ടത്. നല്ല രസമുണ്ടമ്മ. ഇനിയിപ്പോ ഇങ്ങനെ കണ്ടു വെച്ചാൽ എല്ലാരും പറയും ഇങ്ങനെ തന്നെ നീ വ്ളോഗ് ചെയ്താൽ മതി, ഇതാണ് രസം പറയില്ലമ്മ? എന്തായാലും പറയും. നമ്മൾ പള്ളീന്റെ അവിടെ വന്നു. അത്തയും ഉമ്മയും വന്നിട്ടുണ്ട്. രണ്ടാളും ഇവിടെ ഉണ്ട്. ആദ്യമായിട്ടാണ് രണ്ടുപേരും ഒരുമിച്ച് എന്റെ ഫസ്റ്റ് വ്ളോഗില്. വാപ്പ ദുബായിക്ക് വന്നിരുന്നു. പക്ഷെ വ്ളോഗ് എടുക്കാനൊന്നും നമുക്ക് സമയം കിട്ടിയില്ല. എന്താ പറയാനുള്ളത് അത്താക്ക്? അതും പള്ളിയാ? അബുദാബിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വർക്ക് ചെയ്യണ അബുദാബിയിലാണ്. എന്റെ ഭാര്യയും മകളും ഇവിടെ വന്നതിൽ അതിയായ സന്തോഷം. അത് പള്ളിയാണോ? അവിടെ ചെറിയ പള്ളി. നിങ്ങള് UAE നിന്നിട്ടും ഷെയ്ഖ് സായിദ് പള്ളിക്ക് വന്നിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമാണ് കേട്ടോ. കാരണം കാണാൻ നല്ല അടിപൊളി വ്യൂസ് ഉണ്ട്. ഇവിടെ വന്നിട്ട് നമുക്ക് നിസ്കരിക്കാം. നല്ല രസമുണ്ട് അല്ലേ? ഉമ്മ പറയുന്നു മദീനയിൽ പോയ പള്ളി മാതിരി ഉണ്ട് എന്ന് പറയുന്നു. മദീനയിൽ പോയ മാതിരി നല്ല. പക്ഷെ രാവിലെ ഒരു രസം തന്നെ, രാത്രി ലേറ്റ് ഒക്കെ ആയിട്ടുള്ള ഒരു രസം വേറെ തന്നെയാണ്. നിങ്ങൾക്ക് അഥവാ ഷെയ്ഖ് സായിദ് പള്ളിക്ക് വരാൻ പറ്റില്ലെങ്കിൽ എന്റെ വ്ളോഗ് കണ്ടാൽ മതി. അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് കാണാം. പള്ളി ഇതൊക്കെ തന്നെ കാണാനുള്ളത്. എല്ലാരും നോക്കി.
ഇത്രയും നേരം എന്റെ കൂടെ നിന്ന ഉമ്മ അത്താനെ കണ്ടപ്പോ അത്താനെ പിന്നാലെ പോയി. കണ്ട ഇനിയിപ്പോ നമ്മളൊന്നും വേണ്ട. ഇവിടെ ഹണിമൂൺ ആഘോഷിക്കാൻ വന്ന പോലെയാണ്. ഇതിന്റെ മേലെയൊക്കെ നല്ല രസമുണ്ട്, നോക്കി നോക്കാം. ഗൈസ്, അപ്പൊ നമ്മളുടെ ഒരു ചെറിയൊരു അബുദാബി വ്ളോഗാണ്. നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ അടുത്ത വ്ളോഗിൽ നമുക്ക് കാണാം. ബൈ ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യൂ, സപ്പോർട്ട് ചെയ്യൂ. ബെൽ ബട്ടൺ